ഹലോ വെൽക്കം ബാക്ക് ടു രാൻഗർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. എന്നെ ആരും തല്ലിക്കൊല്ലില്ല. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. വേറൊന്നുമല്ല, നമുക്ക് ഇന്ന് ലോഡ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം ലോഡ് നാട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഹസ്ബൻഡും ഇപ്പോഴും തമിഴ്നാട്ടിൽ തന്നെയാണ് കേട്ടോ. ഒരു ചെറിയൊരു പണി കിട്ടി ഇവിടെ ഹോൾഡായി പോയതാണ്. നമ്മൾ സാധാരണ പ്ലാൻസ് ഇറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഐസറിലൊക്കെയാണ് നമ്മൾ ലോഡ് ഇറക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ടല്ല സംഭവം ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടുക്കി ലൊക്കേഷനിലൊന്ന് വൈബായിട്ടൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടതായിരുന്നു. നമ്മൾ ഇടുക്കിയിലെത്തിയിട്ട് നമ്മുടെ പ്ലാൻ ചേഞ്ച് ചെയ്തിട്ട് നേരെ ഇവിടേക്ക് വന്നതാണ് കേട്ടോ. പ്ലാൻസ് പർച്ചേസ് ചെയ്യാൻ കൂടി വന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എത്തിയ ശേഷം നമ്മൾ വണ്ടി നോക്കിയിട്ട് നമുക്ക് വലിയ വണ്ടി കിട്ടിയിട്ടില്ല. നമുക്കപ്പോൾ ബൊളേറോ പിക്കപ്പാണ്, ഒരു ചെറിയ വണ്ടിയാണ് സെറ്റായത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് എല്ലാം എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഏകദേശം ഒരു 2500 പ്ലാൻസോളം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എടുത്ത പ്ലാൻസ് ഫുള്ളായിട്ട് നമുക്ക് ആ ലോഡിലേക്ക് കയറ്റാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 500 പ്ലാൻസോളം നമുക്ക് ഇപ്പോൾ വണ്ടിയിൽ കയറ്റാൻ പറ്റാണ്ട് ഇവിടെ ഹോൾഡായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പ്ലാൻസ് നാട്ടിലെത്തിക്കാനായിട്ട് ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മൾ പ്ലാൻസ് സെയിൽ ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരു ലോഡ് കൂടെ സെറ്റ് ചെയ്തിട്ട് നാട്ടിലേക്ക് എത്താമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ലോഡ് സെറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വൈകിട്ട് നാട്ടിലെത്തി ഈ ഒരു പ്രോഗ്രാമിൽ ഇവിടെ നിന്ന് പ്ലാൻസൊക്കെ എടുക്കേണ്ടതായിരുന്നു. അപ്പോൾ നമ്മൾ നാട്ടിലില്ലാത്തത് കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനുണ്ട്, സാജൻ ചേട്ടനാണ്. അപ്പോൾ പുള്ളിയും പുള്ളിയുടെ കൂട്ടുകാരുമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു, അങ്ങനെ തന്നതാണ്. അവിടെ തകൃതിയായിട്ട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ലോഡിലുള്ള പ്ലാൻസാണ്. ഒരുപാട് പ്ലാൻസ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന പ്ലാൻസ് നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലാൻസ് ഒരുപാടുണ്ട്. നൈറ്റാണ് കേട്ടോ എത്തിയത്. കാരണം വണ്ടി തന്നെ ഓവർലോഡ് ആയിട്ടാണ്. നാളെ രാവിലെ എത്തുള്ളൂ എന്ന് പ്രതീക്ഷിച്ചതാണ് കേട്ടോ. പക്ഷേ ഡ്രൈവർ ചേട്ടൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ലോഡ് കൊണ്ട് എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലോഡ് ഇറക്കുന്ന വിശേഷം അവിടെ നടക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ പർച്ചേസിങ് ആണ് കേട്ടോ. ഒരുപാട് പ്ലാൻസ്, ഇനിയും വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാൻസ് കളക്ട് ചെയ്ത് ഇനിയും നമുക്കിനി ഒരു 1500 1700 പ്ലാൻസ് പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്കിനി ഒരു ലോഡായിട്ട് നാട്ടിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഓടി നടന്ന് വീണ്ടും പ്ലാന്റ് പർച്ചേസ് ചെയ്യണം. അങ്ങനെയാണ് നമ്മളിവിടെ ഹോൾഡായി പോയത്. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് കുറച്ച് സമയമൊക്കെ ടെൻഷൻ അടിച്ചു കേട്ടോ. ഞാനും ഹസ്ബൻഡും എന്ത് ചെയ്യും, പ്ലാൻസ് നാട്ടിൽ കൊണ്ട് എത്തിക്കണം, വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാൻസാണ്, ഇവിടെ ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് പെട്ടെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയൊരു ഐഡിയ ആണ് പുതിയ ലോഡായിട്ട് സെറ്റ് ചെയ്ത് തന്നെ നാട്ടിൽ പോകാൻ. അപ്പം നമ്മുടെ പുതിയ ലോഡ് നാളെ ഇവിടെ നിന്ന് തിരിക്കത്തേ ഉള്ളൂ. നാളെ തിരിച്ച് നമ്മൾ മറ്റന്നാളാവും കേട്ടോ. ബുധനാഴ്ച ഉച്ചയൊക്കെ ആവും നമ്മൾ നാട്ടിലെത്താൻ. പിന്നെ ഞാനും ഹസ്ബൻഡും ബൈക്കിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്ത് വേണം പോകാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു ഉച്ചയൊക്കെ തിരിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഈവനിങ്ങൊക്കെ ആവും ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇപ്പോൾ കുറേ പേര് വാട്സപ്പിനകത്തും പിന്നെ അല്ലാണ്ട് നമ്മളെ വിളിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, റിപ്ലൈ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. വേറൊന്നുമല്ല, ഞങ്ങൾക്ക് ഇവിടെ റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ട്. കുറച്ച് ഫോറസ്റ്റ് ഏരിയയൊക്കെയാണ്. അപ്പോൾ ഇവിടെ റേഞ്ച് കിട്ടാറില്ല ഞങ്ങൾക്ക്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് 2 പേരും അനുഭവിക്കുന്നുണ്ട്. കുറച്ച് ഉള്ളിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ റേഞ്ചേ ഇല്ല. നമുക്ക് കോള് വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പിന്നെ നമ്മൾ തിരക്കിലൊക്കെ പ്ലാൻസ് എടുത്തുകൊണ്ടൊക്കെ നിൽക്കുന്ന തിരക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ നമ്മൾ നിൽക്കുന്ന, അതായത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 30 കിലോമീറ്റർ ചുറ്റളവിലാണ് സംഭവം ഈ നഴ്സറീസൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ എല്ലാ നഴ്സറീസിൽ നിന്നും കയറിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാൻസ് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ തട്ടിക്കൂട്ടിയൊരു ലോഡാണെന്നുണ്ടെങ്കിൽ വൈറ്റും റെഡും വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ കിട്ടാൻ പാടാം. വൈറ്റും റെഡും പിങ്കും ഒക്കെ ആയിട്ട് നമുക്ക് നാട്ടിലെത്താം. പക്ഷേ അത് എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് ആ പ്ലാൻസ് കൊണ്ട് തരണമെന്നുള്ളത്. നിങ്ങൾക്കാണെങ്കിൽ ആ പ്ലാൻസ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാൻസ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് തന്നെയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്നും അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൊറിയർ ഒരു ദിവസവും കൂടെ ഡിലേ ആവും. കാരണം ഇന്നിപ്പോൾ തിങ്കളാഴ്ച എന്തായാലും നമുക്ക് കൊറിയർ അയക്കാൻ പറ്റില്ല എന്നുള്ള ആശ്വാസത്തിലാണ് ഞാൻ ഇത്രയും നാളിരുന്നത്. കാരണം തിങ്കളാഴ്ച അയച്ചു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ഇൻഡിപെൻഡൻസ് ഡേ ആണ്, അവധിയാണ്. അപ്പോൾ എന്തായാലും ബുധനാഴ്ചയായിരുന്നു നമ്മൾ ലോഡ് വിടാൻ വേണ്ടിയിട്ടിരുന്നത്. അപ്പോൾ അതും എന്തായാലും ഒരു ദിവസവും കൂടെ ഹോൾഡ് ആവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.